അവൻ്റെ ഓരോ വാക്കും അവളുടെ ഭൂതകാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് ഒടുവിൽ വലിയ ധൈര്യം സംഭരിച്ച് അവൾ ചോദിച്ചു, കാർത്തിക്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഒന്നും വിചാരിക്കില്ലെങ്കിൽ ചോദിക്ക്. വളരെ സാധാരണ മട്ടിൽ അവൻ പറഞ്ഞു. അല്ല, നിന്റെ കല്യാണം, അതായത്. അതിനുശേഷം വീട്ടുകാർ ആലോചനകളൊന്നും നോക്കിയില്ലേ? വളരെ മടിച്ചു മടിച്ചാണ് അവൾ ചോദിച്ചത്. കാർത്തിക്കിൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. വളരെ ലളിതമായി അവൻ പറഞ്ഞു, നോക്കിയിരുന്നു, പക്ഷേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. സഹസ്ര അത്ഭുതത്തോടെ അവനെ നോക്കി. എന്തുകൊണ്ട്? എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റു കാരണം നീ എന്തിനാണ് നിന്റെ ജീവിതം പായാക്കുന്നത്? ഞാൻ ചെയ്ത തെറ്റിന് നീ എന്തിനാ ഈ ശിക്ഷ? അവളുടെ തൊണ്ടയിടറി. ആ വാക്കുകളിൽ വലിയൊരു സങ്കടം നിറച്ചിരുന്നു. ഹേയ്, വെയിറ്റ്. കൈകൾ കാണിച്ച് തടഞ്ഞുകൊണ്ട് കാർത്തിക് ചെറുതായെന്ന് ചിരിച്ചു. നീ സിനിമയിലൊക്കെ ഉള്ളതുപോലെ ഒരുപാട് ഭാവനയിൽ കൂട്ടേണ്ട. ഞാനിങ്ങനെ ദേവദാസിനെ പോലെ തടിയും വളർത്തി നിന്റെ ഓർമ്മകളിൽ ജീവിച്ച് ഇനി കല്യാണമേ കഴിക്കില്ലെന്ന് ശപഥം ചെയ്തിരിക്കുകയാണെന്നൊന്നും വിചാരിച്ച് സങ്കടപ്പെടേണ്ട. അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. പിന്നെ എന്തുകൊണ്ടാ കല്യാണം കഴിക്കാതിരുന്നത്? ഭയം. ഒറ്റവാക്കിൽ കാർത്തിക് മറുപടി നൽകി. സഹസ്രയുടെ പുരികങ്ങൾ ചുളിഞ്ഞു. ഭയമോ? നിനക്കോ? എന്തിനെ പേടിക്കാൻ കാർത്തിക്? കാര്യം മനസ്സിലാക്കാതെ അവൾ ചോദിച്ചു. കാർത്തിക്കിൻ്റെ ചുണ്ടുകൾ ഒരു ചെറിയ ചിരി വിരിഞ്ഞു. ആ ചിരിയിൽ സങ്കടമാണോ അതോ തൻ്റെ അവസ്ഥയെ ഓർത്ത് അവൻ തന്നെ സ്വയം പരിഹസിക്കുകയാണോ എന്ന് സഹസ്രക്ക് മനസ്സിലായില്ല. എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ തോന്നുന്നു. അതെ, എനിക്ക് പേടിയാണ്. പെൺകുട്ടികളെയോ പ്രണയത്തെയോ ഓർത്ത് എനിക്ക് പേടിയില്ല. കല്യാണം എന്നൊരു ബന്ധത്തെ പോലും എനിക്ക് പേടിയില്ലായിരുന്നു. പക്ഷേ വിശ്വാസം എന്ന വാക്കിനോട് എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നി. കാർത്തിക് വളരെ പതുക്കെയാണത് പറഞ്ഞത്. ആ വാക്കുകൾ അവളുടെ നെഞ്ചിൽ ചെന്ന് തറച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. അന്ന് നീ പോയതിനു ശേഷം എനിക്ക് നിന്നോട് ദേഷ്യം വരുന്നതിനേക്കാൾ മുമ്പ് എന്നോട് തന്നെ വല്ലാത്തൊരു വെറുപ്പാണ് തോന്നിയത്. കാരണം 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ ജീവിത പങ്കാളിയാകേണ്ട ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോകാൻ മാത്രമുള്ള പേടിയുണ്ടായിട്ടും അത് മനസ്സിലാക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന സത്യം എന്നെ ഒരുപാട് അസ്വസ്ഥനാക്കി. കാർത്തിക്കിൻ്റെ ശബ്ദം കുറച്ചുകൂടി താഴ്ന്നു പോകുന്നു. ട്രെയിനിൻ്റെ വലിയ ശബ്ദത്തിൽ പോലും അവർക്കിടയിൽ ആ നിശബ്ദതയെ ഇല്ലാതാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ നാളെ മറ്റൊരു പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവളുടെ മനസ്സ് പോലും എനിക്ക് ശരിയായി വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? വീണ്ടും എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം ഇങ്ങനെ തെറ്റിപ്പോയാലോ? എൻ്റെ കാരണം കൊണ്ട് എൻ്റെ കുടുംബം വീണ്ടും ഇങ്ങനൊരു സാഹചര്യം നേരിടേണ്ടി വന്നാലോ? ഈ ചിന്തകൾ എന്നെ ഒരുപാട് കാലം വേട്ടയാടി. സ്വന്തം തീരുമാനങ്ങളിൽ എനിക്ക് തന്നെയുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ആദ്യം എന്നെ തന്നെ എനിക്കൊന്ന് തെളിയിക്കേണ്ടതുണ്ട്. എൻ്റെ കരിയർ, എൻ്റെ ആർക്കിടെക്ചർ, അതിനെ മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധ. ആ ഒരു തിരക്കിൽ കല്യാണത്തെക്കുറിച്ചുള്ള ചിന്ത ഞാൻ പൂർണ്ണമായി മാറ്റിവെച്ചു. അല്ലാതെ നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ നിർത്തിവെച്ചു എന്ന് മാത്രം വിചാരിക്കരുത്. സഹസ്രയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ അവനോട് ചെയ്ത ദ്രോഹം ആ ഒരൊറ്റ ദിവസം കൊണ്ട് തീരുന്നതല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ്റെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും അത് എത്രത്തോളം തളർത്തിയെന്ന് ഇപ്പോൾ അവൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുന്നുണ്ട്. ഇനി ഞാൻ നിന്നിൽ ഇത്രയും സെക്യൂരിറ്റി ഉണ്ടാക്കിയെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് കാർത്തിക്. ഞാൻ എന്തൊരു ഭ്രാന്തിയാണ്. എൻ്റെ ലോകത്ത് മാത്രം ജീവിച്ച് എൻ്റെ പേടികളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിനക്ക് എന്നിലുള്ള വിശ്വാസത്തെ ഞാൻ അടിത്തറയോടെ പിഴുതെറിഞ്ഞു. ഇടറിയ ശബ്ദത്തോടെ സഹസ്ര പറഞ്ഞു. കണ്ണീർ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. തകർന്നു പോയ അടിത്തറക്ക് മുകളിൽ വീണ്ടും ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കുക എന്നാണല്ലോ ഒരു ആർക്കിടെക്ചറിൻ്റെ ജോലി. കാർത്തിക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചിരിയിൽ പഴയ ആത്മവിശ്വാസവും പക്വതയും വ്യക്തമായി കാണാമായിരുന്നു. അവൻ ആ കാര്യത്തെ അത്രയും എളുപ്പത്തിൽ എടുത്തു മാറ്റിവെച്ചപ്പോൾ സഹസ്രക്ക് സങ്കടം ഇരട്ടുകയാണ് ചെയ്തത്. അയാൾക്ക് എത്രത്തോളം കുറ്റബോധം തോന്നുന്നുണ്ടോ? താൻ ചെയ്ത തെറ്റിനൊരു പരിഹാരമില്ലെന്ന് അവളുടെ മനസ്സിന് അത്രത്തോളം അറിയാമായിരുന്നു. ജനൽ ചിലരുടെ സ്വന്തം പ്രതിബിംബത്തിലേക്ക് തന്നെ നോക്കി നിന്നുപോയി. കുറച്ചു നേരത്തേക്ക് രണ്ടുപേർക്കുമിടയിൽ യാതൊരു സംസാരവുമില്ലായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വീണ്ടും സഹസ്രയുടെ ശബ്ദം ആ നിശബ്ദതയെ ഭേദിച്ചു. കാർത്തിക് ഒന്നും മിണ്ടാതെ എന്താ എന്ന ഭാവത്തിൽ പുരുകമുയർത്തി. ഒരു തവണയെങ്കിലും അതിനുശേഷം എന്നെക്കുറിച്ച് നീ ചിന്തിച്ചിരുന്നു? ഞാൻ എവിടെയാണെന്നോ എങ്ങനെയുണ്ടെന്നോ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുപോലും നിനക്ക് തോന്നിയില്ലേ? കാർത്തിക് ദീർഘമായി ശ്വാസമെടുത്തു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ നീ പോയ ആദ്യത്തെ 6 മാസം നിന്നെ തിരയാതൊരു ദിവസം പോലുമില്ലായിരുന്നു. സഹസ്രയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. നീ തിരഞ്ഞു? എന്തിന്? എന്നെ തിരിച്ചു വിടുക്കാനോ അതോ ദേഷ്യം തീർക്കാൻ 4 വർത്തമാനം പറയാനോ? അങ്ങനെയൊന്നും പറയാനല്ല സഹസ്ര. കാര്യം നീ സുരക്ഷിതയാണോ എന്ന് അറിയാനിരുന്നു.
കയ്യിൽ കാര്യമായ പണമൊന്നുമില്ലാതെ ഒരു പെൺകുട്ടി അങ്ങനെ തനിച്ചു പോയാൽ ആർക്കായാലും പേടി തോന്നില്ലേ? അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ വഴി ഞാൻ രഹസ്യമായി അന്വേഷിപ്പിച്ചു. നീ ഡൽഹിയിൽ എത്തിയെന്നും അവിടെ നിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടെ സുരക്ഷിതമായി ജോലി ചെയ്യുന്നുണ്ടെന്നും അറിഞ്ഞപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. അതിനുശേഷമാണ് എനിക്ക് എൻ്റെ സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞത്. അവൾക്ക് മറുത്തൊന്നും പറയാൻ വാക്കുകളെ കിട്ടിയില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ തലകുനിപ്പിച്ചെങ്കിലും അവളുടെ മനസ്സിനെ അത്രയധികം വേദനിപ്പിച്ചെങ്കിലും അവൻ അവളുടെ സുരക്ഷയെക്കുറിച്ച് 6 മാസത്തോളം ചിന്തിച്ചിരുന്നു എന്ന സത്യം അവളെ വല്ലാതെ പിടിച്ചുലച്ചു. ആ നിമിഷം അവൻ്റെ ആ വലിയ മനസ്സിന് മുന്നിൽ തൻ്റെ സ്വാർത്ഥത എത്ര ചെറുതാണെന്ന് സഹസ്രക്ക് മനസ്സിലായി. അവളുടെ സങ്കടം അണപൊട്ടിയൊഴുകി. പിന്നീട് അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. 2 കൈകൾ കൊണ്ട് മുഖം പൊത്തി അവൾ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. കാർത്തിക് അവളെ തടയാൻ ശ്രമിച്ചില്ല. അവളെ ആശ്വസിപ്പിക്കാൻ പോലും അവൻ കൈ നീട്ടിയില്ല. അവൾ കരയുന്നത് അവൻ അങ്ങനെ തന്നെ നോക്കിയിരുന്നു. ഒരർത്ഥത്തിൽ ആ കരച്ചിൽ ഇത്രയും കാലമായി അവളുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന കുറ്റബോധത്തെ കൈകളയുമെന്ന് അവനറിയാമായിരുന്നു. തീവണ്ടി ഇരുട്ട് ബിൽഡിൻ്റെ കിറിമുറിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സഹസ്രയുടെ കരച്ചിൽ പതുക്കെ അടങ്ങി. കർച്ചീഫ് കൊണ്ട് കണ്ണും മുഖവും തുടച്ച് അവൾ ദീർഘമായി ഒന്ന് ശ്വാസമെടുത്തു. കാർത്തിക് തൻ്റെ അരികിലിരുന്ന് വാട്ടർ ബോട്ടിൽ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. കുടിക്ക്, അവൻ മൃദുവായി പറഞ്ഞു. അവൾ ബോട്ടിൽ വാങ്ങി പകുതിയോളം വെള്ളം കുടിച്ച ശേഷം അടപ്പടച്ചത് അരികിൽ വെച്ചു. തല തിരിച്ചവൾ അവൻ്റെ നേർക്ക് നോക്കി. താങ്ക്സ് കാർത്തിക്. എന്നോട് നിനക്ക് എത്ര ദേഷ്യമുണ്ടായിരുന്നിട്ടും ആ ഒരു സാഹചര്യത്തിൽ പോലും ഒരു മനുഷ്യനെന്ന നിലയിൽ നീ എന്നെക്കുറിച്ച് ചിന്തിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ നീ എത്ര നല്ലവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്, അവൾ വിറക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു. കാർത്തിക് ചെറുതായി ചിരിച്ചു. ഇതിൽ ഞാൻ വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല സഹസ്ര. ഇതൊരു സാധാരണ മനുഷ്യത്വത്തിൻ്റെ ഭാഗം മാത്രമാണ്. അതായത് ഒരു വ്യക്തിക്ക് എന്ത് പറ്റിയെന്നോർത്തുള്ള ഒരു ചെറിയ ആശങ്ക. ദയവ് ചെയ്തതിന് വേറെ അർത്ഥങ്ങളൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക് ലാപ്ടോപ്പ് അടച്ചു വെച്ചു. പക്ഷെ അന്ന് ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നും എൻ്റെ ആ പേടിയുടെ യഥാർത്ഥ കാരണം എന്താണെന്നും നീ അറിയണം. ഞാൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇത്. വെറുതെ എൻ്റെ മനസ്സിൻ്റെ ഭാരം ഒന്ന് കുറക്കാൻ വേണ്ടി മാത്രം. നീ ഇതൊന്ന് കേൾക്കുമോ? അവൾ യാചിക്കുന്നത് പോലെ ചോദിച്ചു. കാർത്തിക് കൈകൾ കെട്ടി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശരി പറ, അന്ന് നീ എന്തിനാണ് അങ്ങനെ പെട്ടെന്ന് പോയതെന്ന് എനിക്കും അറിയണമെന്നുണ്ട്. നീ നിൻ്റെ മനസ്സിനോട് മാത്രം പറഞ്ഞ ആ രഹസ്യം എന്താണെന്ന് ഞാനും ഒന്ന് കേൾക്കട്ടെ. സഹസ്ര ഒരു ദീർഘശ്വാസമെടുത്ത് 5 വർഷം മുമ്പുള്ള ഓർമ്മകളിലേക്ക് പോയി. എൻ്റെ അച്ഛന് എന്നെ അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു കാർത്തിക്. പെൺകുട്ടിയാണെന്ന് ഒരു വിലക്കുറവ് എപ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ പഠിത്തവും ജോലിയുമെല്ലാം ഞാൻ വീട്ടിൽ പോരാടി നേടിയെടുത്തതാണ്. എങ്ങനെയാണെങ്കിലും സ്വന്തം കാൽ നിൽക്കണമെന്നും എനിക്കായി ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കറക്റ്റ് എനിക്ക് ഡൽഹിയിൽ നിന്ന് നല്ലൊരു ജോബ് ഓഫർ വന്ന അതേ സമയത്താണ് എൻ്റെ താല്പര്യം പോലും ചോദിക്കാതെ അച്ഛൻ നീയുമായിട്ടുള്ള ഈ കല്യാണം ഉറപ്പിച്ചത്. കാർത്തിക് ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു. എനിക്കിപ്പോൾ ഒരു കല്യാണത്തിന് താല്പര്യമില്ലെന്നും അറ്റ്ലീസ്റ്റ് ഒരു 2 വർഷത്തെ സമയമെങ്കിലും തരണമെന്നും പറഞ്ഞ് ഞാൻ അച്ഛനുമായി എത്രമാത്രം കിട്ടതാണെന്ന് അറിയാമോ? പക്ഷെ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. നീ ഒരു പെണ്ണാണ്, എത്രയൊക്കെ പഠിച്ചാലും നാളെ ഒരു ദിവസം വേറൊരു വീട്ടിലേക്ക് കയറിപ്പോകേണ്ടവളാണ് എന്ന് വളരെ നിസ്സാരമായിട്ടാണ് അച്ഛൻ പറഞ്ഞു കളഞ്ഞത്. ആ സമയത്ത് എനിക്ക് നിന്നെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു കാർത്തിക്. നിന്റെ ക്യാരക്ടർ എന്താണെന്നോ നിന്റെ ചിന്തകൾ എങ്ങനെയുള്ളതാണെന്നോ ഒട്ടും അറിയില്ലായിരുന്നു. അച്ഛന് വെറുമൊരു ലുക്കിൽ നിങ്ങളുടെ ഫാമിലി സ്റ്റാറ്റസ് മാത്രമാണ് ബോധിച്ചത്, അത്രമാത്രം. സഹസ്രയുടെ തൊണ്ടയിൽ ആ പഴയ ഓർമ്മകളുടെ സങ്കടം വെറുതമായി കാണുമായിരുന്നു. കല്യാണത്തിൻ്റെ തലേ ദിവസം രാത്രി അച്ഛൻ ഫോണിൽ ആരോടോ സംസാരിക്കുന്നതിനിടയിൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ ഈ അഹങ്കാരമൊക്കെ അവൻ തന്നെ അടിച്ചമർത്തിക്കോളും. അവളുടെ ചിറകുകൾ അവൻ അരിയാൻ പോവുകയാണ്. ഇനിയിപ്പോൾ അവൾ പറന്ന് എങ്ങോട്ട് പോകാനാണ് എന്ന് അച്ഛൻ പറയുന്നത് ഞാൻ സ്വന്തം ചെവി കൊണ്ട് കേട്ടതാണ്. ആ നിമിഷം എനിക്ക് ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി കാർത്തിക്. എൻ്റെ ലൈഫ് അവിടം കൊണ്ട് തീർന്നു എന്നാണ് ഞാൻ കരുതിയത്. ഒരു പക്ഷെ നീയും എൻ്റെ അച്ഛനെ പോലെ തന്നെ ആണെങ്കിലോ എന്ന് ഞാൻ ഓർത്തു.